എൻ്റെ കഴിവ് കാലം തെളിയിക്കും. എൻ്റെ കഴിവ് എൻ്റെ പരിശ്രമം തെളിയിക്കും. എല്ലാവരെയും നേരായ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ എന്നെ നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കണ്ട. മറ്റുള്ളവരെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ എന്നെ മോശക്കാരൻ എന്ന് മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ എന്നെ ഒരു മോശം വ്യക്തി എന്ന് മനസ്സിലാക്കിക്കോളൂ. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തെക്കാൾ എൻ്റെ ജീവിതത്തിനാണ് മുൻഗണന നൽകുന്നത്. എന്നെ നിങ്ങൾ മോശക്കാരനെന്ന് വിചാരിച്ചോളൂ. കാരണം ഇപ്പോൾ ഞാൻ അനാവശ്യമായി നിങ്ങൾക്ക് വേണ്ടി എൻ്റെ സമയം ചിലവഴിക്കുന്നില്ല. മറിച്ച് എൻ്റെ സമയം എൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മറ്റുള്ളവരിൽ നല്ലത് മാത്രം തിരയുന്ന വ്യക്തികളെ നിങ്ങളിപ്പോൾ എന്നെ മോശക്കാരൻ എന്ന് കരുതിക്കോളൂ. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ കഴിവ് തെളിയിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ, എൻ്റെ കഴിവ് തെളിയിക്കാൻ ഞാൻ കഠിനമായി പരിശ്രമിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കുന്നില്ലെങ്കിൽ എന്നെ മോശക്കാരനെന്ന് തന്നെ കരുതിക്കോളൂ. നിങ്ങളുടെ ലിസ്റ്റിൽ നിന്നും എൻ്റെ പേര് വെട്ടിക്കോളൂ. എനിക്കും നിങ്ങളെപ്പോലെ തന്നെ ഒരൊറ്റ ജീവിതമേ ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ എനിക്കും എൻ്റെ ജീവിതമാണ് പ്രധാനം. എനിക്കെന്നെ സന്തോഷിപ്പിക്കണം. എൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കണം. എൻ്റെ ആ ഉയർന്ന ലക്ഷ്യം നേടിയെടുക്കാനുള്ള കഴിവ് എന്നിലുണ്ട്. ഒരു പക്ഷേ നിങ്ങളത് അംഗീകരിച്ചില്ലെങ്കിലും. സുഹൃത്തെ, നിങ്ങളെ മനസ്സിലാക്കാൻ തയ്യാറാകാത്തവരെ മനസ്സിലാക്കി കൊടുക്കുവാനായി നിങ്ങളുടെ സമയം കളയുന്നത് ഇപ്പോൾ നിർത്തുക. നിങ്ങൾ എത്ര ശ്രമിച്ചാലും അവർ നിങ്ങളെ മനസ്സിലാക്കില്ല. അഥവാ മനസ്സിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നുമുണ്ടാകില്ല. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള മനസ്സില്ലാത്തവരെ വെറുതെ വിട്ടേക്കുക. നിങ്ങൾക്കൊരാവശ്യവുമില്ല അവരുടെ പുറകെ നടന്ന് നിങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിക്കുവാൻ. നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്ക് അത് മനസ്സിലാക്കിക്കുവാൻ നിങ്ങളുടെ സമയം വെറുതെ നഷ്ടമാക്കാതിരിക്കുക. കാരണം ആ വ്യക്തിക്ക് മനസ്സിലാകില്ല നിങ്ങൾ അവരെ മനസ്സിലാക്കിക്കുവാൻ ശ്രമിക്കുന്ന ആ കാര്യം നിങ്ങളെ സംബന്ധിച്ച് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന്. ഒരുപക്ഷെ അവർ നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതിന്റെ ഒരു കാരണം നിങ്ങൾ പറയുന്നത് കേട്ടതുകൊണ്ട് അവർക്കൊരു പ്രയോജനവുമില്ല എന്നറിയുന്നത് കൊണ്ടാകും. ഏതു വ്യക്തിയാണോ ആകാശത്തോളം സ്വപ്നം കാണുന്നത്, അവിടെ വരെ പരിശ്രമിച്ച് എത്താനുള്ള കഴിവുള്ളത്, അവരൊരിക്കലും മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു എന്നതിൽ തലയിട്ട് പുകയ്ക്കാറില്ല. കാരണം അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമേ അല്ല. മറ്റുള്ളവർ എന്നെപ്പറ്റി നല്ലതായാണോ മോശമായാണോ വിചാരിക്കുന്നത് എന്നാലോചിച്ച് സമയം കളയുന്ന സ്വഭാവം നിങ്ങളിപ്പോൾ നിർത്തണം. കാരണം അത് നിങ്ങളെ ഒരു തരത്തിലും ബാധിക്കുകയേയില്ല. നിങ്ങളെപ്പറ്റി മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിക്കാനായി നിങ്ങളെടുക്കുന്ന ആ പരിശ്രമം ഇനി സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ പരിശ്രമിക്കേണ്ടത് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനാണ്. നിങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം ഇന്നത്തേതിനേക്കാൾ നാളെ എൻ്റെ ലൈഫ് എങ്ങനെ മികച്ചതാക്കി മാറ്റാം എന്നതിലാണ്. ഓരോ ദിവസവും അല്പാൽപമായി തൻ്റെ കഴിവുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം. ഓരോ ദിവസവും വിജയത്തിന്റെ ഏണിപ്പടികൾ ഓരോന്നായി കയറിക്കൊണ്ടിരിക്കണം. നിങ്ങളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കാത്തവരെ വെറുതെ വിട്ടേക്കുക. നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തവരെ വെറുതെ വിട്ടേക്കുക. നിങ്ങളുടെ ആശയങ്ങളും സ്വപ്നങ്ങളും മറ്റുള്ളവരോട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പകരം അല്പമല്പമായി ആ സ്വപ്നങ്ങളിലേക്ക് അടുക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങളുടെ ആശയങ്ങളിലേക്ക്, സ്വപ്നങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ എങ്ങനെ എത്തിച്ചേരാമെന്നതായിരിക്കണം നിങ്ങളുടെ ചിന്ത. ആർക്കെങ്കിലും വാക്കുകൾ കൊണ്ട് വാഗ്ദാനം നൽകുന്നതിനേക്കാൾ നല്ലത് അത് പ്രാക്ടിക്കലി ചെയ്തു കൊടുക്കുന്നതല്ലേ. ഇത്തരത്തിൽ സംസാരത്തിലൂടെ നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ സാധിക്കില്ല. പരിശ്രമത്തിലൂടെയേ അത് തെളിയൂ. നമുക്കെല്ലാവർക്കും പൊതുവായി സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, എന്തെങ്കിലും ലൈഫിൽ നേടണം എന്ന ആഗ്രഹമുണ്ടായാൽ അത് പിന്നത്തേക്ക് വെക്കും. ഇനിയും ദിവസങ്ങൾ കിടക്കുകയല്ലേ, ചെയ്യാം എന്ന ചിന്തയിൽ അവർ ജീവിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ജനിച്ചിട്ട് ഇന്നേക്ക് എത്ര വർഷമായി? ഈ വർഷങ്ങളിൽ എത്രയോ കാര്യങ്ങൾ നിങ്ങൾ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ച് കാണും. അതിൽ എത്രയോ കാര്യങ്ങൾ ഇന്നും ചെയ്യണം എന്ന ആഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ തന്നെ കിടപ്പുണ്ടാകും. സുഹൃത്തെ, നിങ്ങൾക്കൊപ്പം ജനിച്ച പലരും ഇക്കാലം കൊണ്ട് അവരുടേതായ മേഖലകളിൽ വിജയക്കൊടി നാട്ടിക്കഴിഞ്ഞു. നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റിവെച്ചിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ആ ലിസ്റ്റിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അപ്രാപ്യമായി തന്നെ തുടരും. ഇതേക്കുറിച്ചോർത്ത്, നഷ്ടമാക്കിയ ദിവസങ്ങളെക്കുറിച്ചോർത്ത് നമുക്ക് പശ്ചാത്താപം തോന്നുന്ന ഒരു ദിവസം ഭാവിയിലുണ്ടാകുമെന്നുറപ്പാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പിന്നീട് ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുക. ഇന്ന് നമ്മൾ വെറുതെ കളയുന്ന സമയത്തിന് നാളെ നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരും. സമയം വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്.
അത് നമുക്ക് വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സമയം ഒരിക്കലും വർദ്ധിക്കില്ല. മറിച്ച് അത് ഓരോ മിനിറ്റുകളായും മണിക്കൂറുകളായും ദിവസങ്ങളായും മാസങ്ങളായുമെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ടും നിങ്ങളിപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സമയം കളയുന്നതെങ്കിൽ ഭാവിയിൽ പശ്ചാത്തപിക്കേണ്ടി വരും. നിങ്ങളെ മനസ്സിലാക്കാത്തവരെ, നിങ്ങളെ കേൾക്കാത്തവരെ അവരുടെ വഴിക്ക് വിടുക. ഞാൻ അവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കണോ വേണ്ടയോ എന്ന ചിന്തയിൽ തന്നെ നിങ്ങളുടെ ഒരുപാട് സമയം നഷ്ടമാകുന്നുണ്ട്. നിങ്ങൾ കണ്ട സ്വപ്നങ്ങളോ നിങ്ങൾ സമ്പാദിച്ച പണമോ പ്രശസ്തിയോ ഒന്നുമല്ല ലൈഫിൽ നിങ്ങൾക്ക് സംതൃപ്തി തരുന്നത്. മറിച്ച് ഇവ നേടിയെടുക്കാനായി നിങ്ങൾ പ്രയോഗിച്ച കഴിവുകളാണ്. ഈ ലോകത്തിലുള്ളവരും ശ്രദ്ധിക്കാൻ പോകുന്നത് നിങ്ങളിലെ ആ കഴിവിനെയാണ്. നിങ്ങൾ ഓരോ ദിവസവും ജീവിക്കേണ്ടത് നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് നിങ്ങളുടെ വാല്യൂ ഉണ്ടാക്കാനാണ്. അങ്ങനെയല്ലെങ്കിൽ നിങ്ങളുടേത് വെറുമൊരു സാധാരണ ജന്മമായി മാറും. നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുക. അതല്ലാതെ ദാനമായി കിട്ടിയ പണമോ ലോട്ടറിയോ നിങ്ങളെ ധനവാനാക്കിയേക്കാം, എന്നാൽ ജീവിതത്തിൽ സംതൃപ്തനാക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ പരിശ്രമത്തിന് വിഘാതമായി നിൽക്കുന്ന വ്യക്തികളെ അവരുടെ വഴിക്ക് വിടുക. നിങ്ങളുടെ മനസ്സിനെ അശാന്തമാക്കുന്ന ആളുകളിൽ നിന്നും അകലം പാലിക്കുക. നിങ്ങൾ ആരുടെയും അംഗീകാരത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നതും ഒറ്റയ്ക്കാണ്, തിരിച്ചു പോകുന്നതും ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ സമയമെത്തിയാൽ നിങ്ങൾക്ക് പകരമായി ആരും പോകുവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് പകരമായി മറ്റാരെയും സംസ്കരിക്കാനും പോകുന്നില്ല. നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവർ കുറച്ചുനാൾ നിങ്ങളെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ജീവിക്കും. പതിയെ അവരും റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്ത് സ്വയത്തിനു വേണ്ടി ജീവിച്ചു തുടങ്ങും. നിങ്ങൾ മരിച്ചു എന്ന് കരുതി ആരും കൂടെ മരിക്കാൻ പോകുന്നില്ല. പിന്നെന്തിന് നിങ്ങൾ ജീവിതകാലം അത്രയും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അവരുടെ പ്രീതി പിടിച്ചു പറ്റുവാനുമായി നിങ്ങളുടെ വിലപ്പെട്ട സമയം വെറുതെ കളയുന്നു? ഒന്നുറപ്പാണ്, നമുക്കെല്ലാവർക്കും തിരിച്ചു പോയേ തീരൂ. നമ്മുടെ മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റും കൺഫേംഡ് ആണ്. തീയതി മാത്രമേ നമുക്കറിയാത്തതായുള്ളൂ. വരുന്ന ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ആ യാത്ര ചെയ്തേ മതിയാകൂ. നിങ്ങൾ ഇന്നനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളുമെല്ലാം അവിടെ അവസാനിക്കുകയാണ്. നിങ്ങളതൊന്നും കൂടെ കൊണ്ടുപോകില്ലെന്നുറപ്പാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളെ ഓർത്ത് വിഷമിച്ചിരുന്നു പോകാതെ നിങ്ങൾ പരിശ്രമിച്ചു തുടങ്ങണം. ഒരു ദിവസത്തേക്കാണ് എൻ്റെ ജീവിതം ബാക്കിയുള്ളതെങ്കിൽ ആ ഒരു ദിവസം ഞാൻ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കും എന്ന ലക്ഷ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട ആഗ്രഹിച്ച ആ ലക്ഷ്യം നിറവേറ്റാനായി അവസാന ശ്വാസം വരെയും പരിശ്രമിക്കണം. അപ്പോഴാണ് നമ്മൾ ജീവിച്ചു എന്ന പ്രതീതി നമുക്കും മറ്റുള്ളവർക്കും ഉണ്ടാകും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവായി എടുക്കാം. കാരണം എനിക്ക് ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് എന്നെ സ്നേഹിക്കാൻ, എനിക്ക് വേണ്ടി അവർ എന്തും ചെയ്യും എന്ന ധാരണയോടെ ജീവിക്കുന്നവർ അങ്ങനെ ഇരുന്ന് പോകുകയുള്ളൂ. ഒരവസരം വരുമ്പോൾ അവരുടെ ധാരണ തെറ്റാണെന്ന് മനസ്സിലായി വരുമ്പോഴേക്ക് സമയം വൈകിയിട്ടുണ്ടാകും. നിങ്ങളുടെ കഴിവ് പുറത്തെടുക്കേണ്ട സമയം ഇപ്പോഴാണ്, അത് നാളെയല്ല. ഒരു കുഞ്ഞ് ജനിക്കുന്ന നിമിഷം ആ കുഞ്ഞ് കരയുന്നത് കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം കുഞ്ഞ് കരയുന്നത് അതിൻ്റെ ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ ഓരോരുത്തരുടെയും തുടക്കം കരഞ്ഞുകൊണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ചുറ്റുമുള്ളവരിൽ നിന്നും പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ആരംഭിച്ചു. പതിയെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ പഠിച്ചു. അതുകൊണ്ട് കരയുന്നവരെല്ലാം ദുർബലരല്ല. എന്നാൽ ചെറിയ കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പോയി കരയുന്നത് നല്ല കാര്യമല്ല. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവെക്കുമ്പോഴാകും മറ്റുള്ളവരുടെ മുന്നിൽ കരയുന്നത്. എന്നാൽ നിങ്ങൾ കരയുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഒരു ദുർബലനായ വ്യക്തി എന്ന നിലയിലായിരിക്കും കാണുന്നത്. ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നത് മോശമായ കാര്യമല്ല. എന്നാൽ നിങ്ങളുടെ മനസ്സിലും നിങ്ങൾ തോൽക്കുമ്പോഴാണ് അതിനെ യഥാർത്ഥ പരാജയം എന്ന് വിളിക്കുന്നത്. മനസ്സുകൊണ്ട് പരാജയം സമ്മതിച്ച ഒരു വ്യക്തിക്ക് വിജയത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരുവാൻ ബുദ്ധിമുട്ട് ഏറെ അനുഭവിക്കേണ്ടി വന്നേക്കും. അതുകൊണ്ട് ഒരിക്കലും മനസ്സുകൊണ്ട് പരാജയം സമ്മതിക്കരുത്. അഥവാ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ പരാജയം സംഭവിച്ചാൽ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള അവസരം നിങ്ങളുടെ കയ്യിലുണ്ട്. പുതിയ ഐഡിയ ഉപയോഗിച്ച് കൂടുതൽ എഫേർട്ട് ഇട്ട് ആ കാര്യം വീണ്ടും ചെയ്യുവാൻ തുടങ്ങണം. ഒരുപക്ഷെ മറ്റാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തെന്ന് വരില്ല, അവരുടെ പക്കൽ നിന്നും നല്ലൊരു വാക്ക് പോലും ലഭിച്ചെന്ന് വരില്ല. പക്ഷെ നിങ്ങൾക്കതിൻ്റെയൊന്നും ആവശ്യവുമില്ല. നിങ്ങളുടെ കഴിവുപയോഗിച്ചാണ് ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കാൻ പോകുന്നത്. അതിൽ മറ്റാരുടെയും അംഗീകാരത്തിൻ്റെയോ നല്ല വാക്കുകളുടെയോ ആവശ്യമില്ല.
ഇതാണ് നിങ്ങളുടെ ശരിയായ സമയം. നിങ്ങൾ പ്രയത്നം ആരംഭിക്കേണ്ടതും ഈ സമയത്താണ്. നിങ്ങൾ അത്രയും ശക്തിശാലിയാണ്. നിങ്ങളെ ഭയപ്പെടുത്താൻ വരുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ഭയപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ എന്നേക്കുമായി അവ നിങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞു പോകും. ആ സമയത്ത് നിങ്ങൾക്കും നെഞ്ചു വിരിച്ച് തല ഉയർത്തി ലോകത്തോട് പറയാൻ സാധിക്കും, നോക്കൂ, ഇതാണ് എൻ്റെ കഴിവ് എന്ന്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.